ഹലോ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഷോപ്പിഫൈ തീംസിൻ്റെ അകത്ത് എങ്ങനെ വേരിയസ് ഫോൺസ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതായത് നമ്മൾ ഇപ്പോൾ വരുന്ന ഷോപ്പിഫൈയുടെ തീംസ് എല്ലാം ഹൊറിസോൺ ബേസ്ഡ് ആണ്. അതായത് മുന്നത്തെ ഡോണിൽ നിന്ന് കുറച്ചും കൂടിയൊക്കെ അഡ്വാൻസ്ഡ്, കുറച്ചും കൂടിയൊക്കെ ഒരു വ്യത്യാസമുള്ള രീതിക്കാണ് ഷോപ്പിഫൈയുടെ ഹൊറിസോൺ ബേസ്ഡ് തീംസിലെല്ലാം ഫോണ്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഫോണ്ട് സെറ്റ് ചെയ്യുന്നതെന്ന് ഈ വീഡിയോയിൽ നോക്കാം. ഞാനിപ്പോൾ ഷോപ്പിഫൈയുടെ തീം എഡിറ്ററിൻ്റെ അകത്ത് വന്നു. അതിൽ നമുക്ക് സെറ്റിങ്സിൻ്റെ അകത്ത് ടൈപ്പോഗ്രഫി എന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ടൈപ്പോഗ്രഫിയിൽ ഫോൺസ് 4 ഓപ്ഷനാണ് വരുന്നത്: ബോഡി, സബ് ഹെഡിങ്, ഹെഡിങ്, ആൻഡ്. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു സെക്ഷനാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് വയ്ക്കുക. ഞാൻ ഈ സെക്ഷൻ സെലക്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ സൈഡിലായിട്ട് വരാം സെക്ഷൻ അല്ല. ഓക്കെ, ഇതിൻ്റെ അകത്തുള്ള ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സൈഡിലായിട്ട് വരും ടൈപ്പോഗ്രഫി ഏതാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന്. ഇതിൽ ഡിഫാൾട്ട് ഉണ്ട്, പാരഗ്രാഫ് ഉണ്ട്, ഹെഡിങ് 1 2 3 4 5 6, പിന്നെ കസ്റ്റംസ് വരുന്നുണ്ട്. അപ്പോൾ കസ്റ്റം ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അതിനകത്ത് വീണ്ടും ഈ 4 ഓപ്ഷൻ വരുന്നുണ്ട്: ബോഡി, സബ് ഹെഡിങ്, ഹെഡിങ്, ആൻഡ്. അതിൽ പിന്നെ ലൈൻ ഹൈറ്റ് വരുന്നുണ്ട്, ടൈറ്റ് വേണോ, നോർമൽ, ലൂസ്. ലെറ്റർ സ്പേസിങ്ങും വരുന്നുണ്ട്, ടൈറ്റ്, നോർമൽ, ലൂസ്. സോ ഇനി ഇൻ കേസ് നമുക്ക് അപ്പർ കേസ് എല്ലാം വേണമെങ്കിൽ അപ്പർ കേസ് വരാം. ഇനി കളർ എന്താ കൊടുക്കേണ്ടത്? ടെസ്റ്റിനുള്ള കളറാണോ, അതോ ഹെഡിങ്സിന് നമ്മൾ ഡിഫാൾട്ടായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന കളറാണോ, അതോ ലിങ്കിന് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന കളറാണോ? അപ്പോൾ ഇത്രയും ഓപ്ഷനാണ് ഇതിൽ വരുന്നത്. സോ അതിനായിട്ട് ഞാൻ ആദ്യം ടൈപ്പോഗ്രഫി എന്ന ഓപ്ഷനിൽ വന്നു. അപ്പോൾ ഞാൻ ഈ ബോഡി അതായത് ഇതിൻ്റെ അകത്ത് വരുന്ന ഈ ചെറിയ എഴുത്തും കാര്യങ്ങളൊക്കെ ഏത് ഫോണ്ട് വേണമെന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ആൾറെഡി കുറച്ചധികം ഫോണ്ട് ഇതിൻ്റെ അകത്ത് ഉണ്ട്. സോ ഇതിൽ ഏതാണോ വേണ്ടത്, ഞാനിപ്പോൾ ഇൻ്റർ എന്നൊരു ഫോണ്ട് അതിൽ റെഗുലറാണ് സെലക്ട് ചെയ്തത്. സോ അത് ഞാൻ സെലക്ട് ചെയ്തു. സോ ബോഡിക്കകത്ത് ഇൻ്റർ എന്നൊരു ഫോണ്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സബ് ഹെഡിങ്, അതായത് നമുക്ക് ഒരു ഹെഡിങ് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു സബ് ഹെഡിങ് കൊടുക്കണം. അത് നമുക്ക് ചിലപ്പോൾ ചില ആൾക്കാർക്ക് രണ്ടും ഒരേ ഫോണ്ട് മതിയാകും, ചില ആൾക്കാർക്ക് രണ്ടും വ്യത്യസ്തമായിട്ട് 2 ഫോണ്ട് വേണം. സോ സബ് ഹെഡിങ്ങിന് ഞാനൊരു ഫോണ്ട് സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ ഹെഡിങ്, അതായത് ഈ ഒരു ഹെഡിങ് വരുമ്പോൾ ഈ സെക്ഷന് ഏത് ഹെഡിങ്സ് കൊടുക്കണം. സോ ഞാൻ അതിനെ ഒരു ഹെഡിങ്സിന് ഒരു ഫോണ്ട് സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ ആഷൻ്റെ കുറച്ചും കൂടി വലിയൊരു ഹെഡിങ് അല്ലെങ്കിൽ കുറച്ചുകൂടി നോട്ടീസ് ചെയ്യുന്ന ടൈപ്പ് ഹെഡിങ്സിന് ഏത് ഫോണ്ട് വേണമെങ്കിൽ ആ ഒരു ഫോണ്ട് ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മൈൻഡിൽ വരുന്ന തീമിന് അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റ് കുറച്ചും കൂടി ലുക്ക് ആക്കാൻ അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു അട്രാക്റ്റീവ് ആക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ട് ഏതാണെന്ന് വെച്ചാൽ ഇത് സെലക്ട് ചെയ്യുക. ഇനി ഇതിൽ വരുമ്പോൾ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സെക്ഷനിൽ പാരഗ്രാഫാണ്. അപ്പോൾ പാരഗ്രാഫിൽ വരുന്ന ഫോണ്ടിന് എത്ര സൈസ് വേണം? ഞാനിപ്പോൾ ഒരു 10 കൊടുക്കുകയാണ്. അതായത് എൻ്റെ ഈ വെബ്സൈറ്റിലെ പാരഗ്രാഫുകൾക്കെല്ലാം 10 മതിയാവും. സോ ഞാൻ 10 സെലക്ട് ചെയ്തു. ഇനി ലൈൻ ഹൈറ്റ് നോർമൽ വേണോ, ടൈറ്റ് വേണോ, ലൂസ് വേണോ? ആ ഒരു ഓപ്ഷൻ എപ്പോഴും ശരിക്കും നോർമലാണ് കുറച്ചും കൂടി ഒരു സ്റ്റാൻഡേർഡ് വെർഷനായിട്ട് വരുന്നത്. ഇനി ഞാൻ ഡിഫാൾട്ടായിട്ട് നമുക്ക് പല കസ്റ്റം സെറ്റ് ചെയ്ത് വയ്ക്കാം. അതായത് ഞാനിപ്പോൾ ഹെഡിങ് 1 എന്ന് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇന്ന കണ്ടീഷൻസ് വരും. അതായത് ആ സെക്ഷനിൽ ഉള്ള ഹെഡിങ്സിനെല്ലാം ഒരു ഫോണ്ട്, സബ് ഹെഡിങ്ങിനെല്ലാം മറ്റൊരു ഫോണ്ട്, ഇതേ ഒരു പാറ്റേണിൽ വരും. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ശരിക്കും ഇവിടെ സെലക്ട് ചെയ്ത ഒരു 4 ഫോണ്ട് മാത്രമേ നമുക്കിതിൽ എല്ലാ സെക്ഷനും എടുക്കാൻ കഴിയൂ. അത് പല കോംബോ ആയിട്ട് എടുക്കാം എന്ന് മാത്രമേ വരുന്നുള്ളൂ. ഞാനിപ്പോൾ ഹെഡിങ് 1ൻ്റെ സൈസ് എത്ര വേണമെന്ന് സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇച്ചിരി വലിയ സൈസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 48 അല്ലെങ്കിൽ ഒരു 60 അകത്തൊക്കെ എടുക്കാം, അല്ലെങ്കിൽ അതിന് മുകളിൽ എടുക്കാം. സോ ലൈൻ ഹൈറ്റ് എടുക്കാം, നോർമൽ എടുക്കാം. നമുക്കിപ്പോൾ ഈ ഹെഡിങ് 1 എന്ന് പറയുന്നതെല്ലാം അപ്പർ കേസ് വരുന്നതെങ്കിൽ അപ്പർ കേസ് സെലക്ട് ചെയ്യാം. സോ ഹെഡിങ് 2, ഹെഡിങ് 3 നമുക്ക് ഏതാണെന്ന് വെച്ചാൽ ഡിഫാൾട്ടായിട്ട് ഓരോന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇനിയിപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്ത് വച്ചില്ല എങ്കിലും അതും കുഴപ്പമൊന്നുമില്ല, നമുക്ക് കസ്റ്റംസ് ആയിട്ട് ഓരോ പ്രാവശ്യം ചെയ്തും പോവാം. സോ ഞാനിപ്പോൾ ഓൾറെഡി കുറേ ഫോണ്ടുകളിൽ സെറ്റ് ചെയ്തു. ഇനി ഞാനൊരു സെക്ഷൻ അല്ലെങ്കിൽ ഒരു എഴുത്ത് ഇവിടെ സെലക്ട് ചെയ്യുന്ന സമയത്ത്, ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് നമുക്കിവിടെ ഓപ്ഷൻ വരും ടൈപ്പോഗ്രഫി ഏതാണ് വേണ്ടതെന്ന്. ഇപ്പോൾ നമുക്ക് ഡിഫാൾട്ടുള്ള ടൈപ്പോഗ്രഫി വേണമെങ്കിൽ ടൈപ്പോഗ്രഫി, ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ടൈപ്പോഗ്രഫി സെലക്ട് ചെയ്യാം. ഹെഡിങ് 1ൽ സെലക്ട് ചെയ്ത സൈസ് മതിയെങ്കിൽ ഹെഡിങ് 1, ഞാനിപ്പോൾ ഹെഡിങ് 1 ഇച്ചിരി വലുതായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ ഹെഡിങ് 1 കൊടുക്കാം, 2 കൊടുക്കാം. ഇപ്പോൾ നമുക്കിതൊന്നും വേണ്ട, നമുക്ക് ടോട്ടലി കൺഫ്യൂഷൻ ആണ്, അല്ലെങ്കിൽ നമുക്ക് ഓരോ പ്രാവശ്യം നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് അനുസരിച്ച് ചെയ്ത് കൊണ്ടുപോകാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ കസ്റ്റം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഇതിൻ്റെ അകത്ത് നമുക്ക് 4 ഫോണ്ടാണ് ഉള്ളത്. അതായത് ബോഡിക്ക് ഒരു ഫോണ്ട് ഇട്ടിട്ടുണ്ട്, സബ് ഹെഡിങ്ങിന് മറ്റൊരു ഫോണ്ട്, ഹെഡിങ്ങിന് ഒരു ഫോണ്ട്, ആഷൻറ്റിന് മറ്റൊരു ഫോണ്ട്. സോ ഞാനിപ്പോൾ ബോഡിക്ക് കൊടുത്ത ഫോണ്ട് സെലക്ട് ചെയ്തു.
ഇനി ഞാൻ എത്ര സൈസ് വേണമെന്ന് സെലക്ട് ചെയ്തു. ഞാനിപ്പോൾ ബോഡിക്ക് കൊടുത്ത സൈസിൽ 88 വേണം, അല്ലെങ്കിൽ ഒരു 40 വേണം എന്ന് വയ്ക്കാം. ഇനി നമുക്ക് ലൈൻ ഹൈറ്റ് ഇവിടെ തന്നെ സെലക്ട് ചെയ്യാം. സോ നമുക്ക് എപ്പോഴും ഈ ഹെഡിങ് 1 2 3 4 5 6 സെറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഈ ഫോണ്ട് 4 ഫോണ്ടും ഏത് വേണം എന്നുള്ളത് നമ്മൾ ശരിക്കും ടൈപ്പോഗ്രഫിക്കകത്ത് സെറ്റ് ചെയ്ത് വെച്ചാൽ ഇത് എളുപ്പമാകും. നമ്മൾ ഓരോ വർക്ക് ചെയ്ത് വരുമ്പോഴും നമുക്ക് ഡിഫാൾട്ടായിട്ട് എല്ലാ വെബ്സൈറ്റിലും എല്ലാ പേജിലും നമുക്ക് ഒരേ പാറ്റേണിലാണ് പോകുന്നതെങ്കിൽ എപ്പോഴും ഹെഡിങ് 1 അല്ലെങ്കിൽ ഏതെങ്കിലും 2 ഏതെങ്കിലും സെറ്റ് ചെയ്ത് വെച്ചാൽ അത് കുറച്ച് എളുപ്പമാകും. അതായത് എല്ലാ ഫോണ്ട് ഇപ്പം നമുക്ക് തന്നെ ഞാനിപ്പോൾ ഫസ്റ്റ് സെക്ഷന് കൊടുത്തത് ഏത് സൈസായിരുന്നു അങ്ങനെ കൺഫ്യൂഷൻ വരുന്നവർ ശരിക്കും ഇങ്ങനെ ഒരു കസ്റ്റംസ് കൊടുക്കുന്നതിനേക്കാളും ഒരു ഹെഡിങ് 1 സെറ്റ് ചെയ്തിട്ട് നമുക്ക് അതിന് ഓരോ ഫോണ്ട് സൈസ്, ഹെഡിങ്ങിന് എത്ര ഫോണ്ട് സൈസ് വേണം, സബ് ഹെഡിങ്ങിന് എത്ര ഫോണ്ട് സൈസ് വേണം എന്ന് ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. അല്ലാത്ത ആൾക്കാർക്ക് ഇവിടെ തന്നെ ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഇങ്ങനെയാണ് ശരിക്കും ഇതിൽ ഫോണ്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടൈപ്പോഗ്രഫിയെക്കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക, നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ടൈപ്പോഗ്രഫി എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.